അവരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ രക്ഷിക്ക്, ഞങ്ങളെ രക്ഷിക്ക് എന്ന് പറഞ്ഞു. അവൻ നല്ലവരെ പറഞ്ഞു, നീ എന്തേ പറയുന്നത്? നമ്മൾ അറിയിക്കുന്ന ശിക്ഷയാണ് കിട്ടിയിരിക്കുന്നത്. ഇവനോ നീതിമാനാണ്, ഇവൻ നീതിമാനാണ്, ഇവൻ നീതിമാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പറയാ, അങ്ങേ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ, അങ്ങേ രാജ്യത്തിൽ എന്നെ ഓർക്കണമേ. യേശു പറഞ്ഞു, ഇന്ന് നീ ഇപ്പോൾ ഈ സമയം നീ എന്നോടുകൂടെ പറഞ്ഞിരിക്കും. ആ മുൻപിനത്തിന് വേണ്ടിയും നല്ല കള്ളന് വേണ്ടിയും കാൽവരി ക്രൂശിൽ മൂന്നാണിയിൽ അവൾ പിഴഞ്ഞു മരിച്ച സമയത്തും ഈ പാപികളായ കൊടുപ്പാപികളായ മനുഷ്യർക്ക് രക്ഷ വാഗ്ദാനം ചെയ്തെങ്കിൽ, രക്ഷ കൊടുത്തെങ്കിൽ, സഹോദര, ഈ പേരട്ടിലുള്ള സഹോദര സഹോദരി, നീ ഏത് ജാതിക്കാരനായിക്കോട്ടെ, നീ ഏത് വർഗക്കാരനായിക്കോട്ടെ, നീ ഏത് തരത്തിൽപ്പെട്ടവനാകട്ടെ, നീ എത്ര ഭാവിയായിക്കോട്ടെ, നിന്നെ രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേര് യേശുവെന്ന. ആ യേശുവിനെ എഴുതിലേക്ക് നീ കടന്നു വന്നാൽ നിനക്ക് രക്ഷയുണ്ട്, സമാധാനമുണ്ട്. നമുക്കറിയാം, ബൈബിള് ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തില് സക്കേവൂസ് ഒരു വ്യക്തിയെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. ആ സക്കേവൂസിന്റെ കാര്യമെന്ന്, ആ സക്കേവൂസിന് വിദ്യാഭ്യാസനായിരുന്നു, ഒരു ഉന്നതനായ വിദ്യാഭ്യാസനായിരുന്നു, അവന് വേണ്ടുന്നത്ര സമ്പത്തുണ്ടായിരുന്നു. പക്ഷേ അവന്റെ ഹൃദയത്തിൽ സമാധാനമില്ലായിരുന്നു, സമൂഹത്തിൽ അവൻ അംഗീകരിക്കപ്പെടുന്നില്ലായിരുന്നു. കാരണം പിടിച്ചു വലിക്കുന്ന സക്കേവൂസിനെ മനുഷ്യർ ഉൾപ്പായിരുന്നു. എന്നാൽ ഈ സക്കേവൂസിനെ അവന്റെ ഉള്ളിനുള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായി. ആരെ കാണണമെന്ന യേശുവിനെ കുറിച്ച് കേട്ടപ്പോൾ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ചു. യേശുവിനെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ യേശുവിനെ അവൻ സമൂഹത്തിൽ നിന്ന് കഴിഞ്ഞാൽ യേശുവിനെ കാണാൻ സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ അവരെ മാധ്യമമെടുത്ത്, അവർ ഉപാധികളെടുത്ത് എന്താണ് 3 കാര്യങ്ങൾ ചെയ്തു. ആഗ്രഹം, നയം, ബലം. 3 കാര്യം നമ്മുടെ സമൂഹത്തിൽ നിന്നാൽ യേശുവിനെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് അയാൾക്ക് മരത്തെ കയറാൻ തീരുമാനിച്ചു. സിക്കുമോർ മരം എന്ന് പറഞ്ഞാൽ പശ്ചാത്തലമാകുന്ന അനുതാപമാകുന്ന സിക്കുമോർ മരം.